ല്ലോ എന്റെ അവസ്ഥയെന്ന് മഹാനായ അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു തആല അൻ പണ്ഡിത ലോകത്ത് പണ്ഡിതന്മാർ ചെയ്ത സേവനങ്ങൾ നമ്മൾ നോക്കിയാൽ ചരിത്രത്തിൽ മഹാത്ഭുതങ്ങൾ കാണാൻ കഴിയും. മഹാത്ഭുതങ്ങള് ഒരു കാര്യം സൂചിപ്പിച്ചോട്ടെ മഹാനായ അഹ്മദ് ഇബ്നു ഹംബൽ വർഷങ്ങളോളം 40 കൊല്ലത്തോളം പല തവണകളായി ജയിലിൽ നിന്ന് കയറിയിറങ്ങിയിട്ടുണ്ട്. കൊലപാതക കുറ്റത്തിനല്ല, മോഷണത്തിനല്ല. അന്നത്തെ ഭരണാധികാരികളുടെ പുത്തൻ ആശയം അംഗീകരിക്കില്ല എന്ന് പറഞ്ഞതിന്റെ പേരിൽ, അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ ആശയം വിളിച്ചു പറഞ്ഞതിന്റെ പേരിൽ ഭരണാധികാരം ഇവിടെ പ്രശ്നമല്ല. ഭരണാധികാരം ആരുടെ കയ്യിലെന്നത് പ്രശ്നമല്ല. ഇന്നത്തെ ആധുനിക ലോകത്തും അത് പ്രശ്നമല്ല. അഹ്ലുസുന്ന വൽ ജമാഅ അതിന്റെ വിശ്വാസങ്ങൾ ലാ തസാലു ത്വായിഫത്തും മിൻ ഉമ്മത്തി ളാഹിരീന അലൽ ഹഖ് ലാ യദുർറുഹും മൻ ഖാലഫഹും ഹത്താ യഅതി അംറുല്ലാഹ്. ഈ ഉമ്മത്തിലെ ഒരു വിഭാഗം ആളുകൾ അല്ലാഹുവിന്റെ റസൂലും അല്ലാഹുവും ഇഷ്ടപ്പെടുന്ന മാർഗത്തിൽ ഒരു ചെറു വിഭാഗം ലോകാവസാനം വരെ നിലനിൽക്കുക തന്നെ ചെയ്യും. ലാ യദുർറുഹും മൻ ഖാലഫഹും. അവരോട് എതിര് നിൽക്കുന്ന ഒരാളുടെ എതിർപ്പ് കൊണ്ടും അവർക്ക് പരാജയമുണ്ടാവില്ല. അവര് വളരുക തന്നെ ചെയ്യുമെന്ന് അഷ്റഫുൽ ഖൽഖ് തങ്ങൾ പറഞ്ഞ ആ ഒരു ഖില്ലത്തുൽ ഖലീലിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അഹ്മദ് ഇബ്നു ഹംബൽ എന്നവരെ ജയിൽ മോചിതനായിട്ട് ആ മഹാനുഭാവനെ ചികിത്സിക്കാൻ കൊണ്ടുവരുന്നു. ശരീരത്തിലാകെ മുറിവാൻ. മഹാനവരുടെ ശരീരം കീറിയിട്ടുണ്ട്, ചതവ് വന്നിട്ടുണ്ട്. മഹാനവരുടെ ശരീരത്തിലെ മുറിവുകൾക്ക് എല്ല് കാണും വിധം ആഴമുണ്ട്. ഡോക്ടർ വന്ന് മസാജ് ചെയ്യുമ്പോ, മരുന്ന് തേച്ച് പിടിപ്പിക്കുമ്പോ സഹിക്കാൻ പറ്റാത്ത വേദന. ആ വേദനയിൽ അഹ്മദ് ഇബ്നു ഹംബൽ എന്നവർ പറഞ്ഞത് ഓർമ്മയുണ്ടോ? അല്ലാഹുമ്മഗ്ഫിർ ലിൽ മുഅ്തസിം, അല്ലാഹുമ്മഗ്ഫിർ ലിൽ മുഅ്തസിം, അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്തസിം. അല്ലാഹുവേ മുഅ്തസിമിനെ പുറത്തു കൊടുക്കണേ, മുഅ്തസിമിനെ പുറത്തു കൊടുക്കണേ, മുഅ്തസിമിനെ പുറത്തു കൊടുക്കണേ. ആളുകൾ ചോദിച്ചു, യാ അബാ അബ്ദില്ലാഹ്, എന്താണ് അഹ്മദ് ഇബ്നു ഹംബലെ നിങ്ങൾ ഈ പറയുന്നത്? നിങ്ങളെ മൃഗങ്ങൾ അടിക്കുന്ന പോലെ അടിക്കാൻ ഓർഡർ ചെയ്ത ആ രാജാവിന് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യുകയോ? അയാളല്ലേ നിങ്ങളെ ഇങ്ങനെ അടിച്ചത്? അയാളല്ലേ നിങ്ങളെ ശിക്ഷിച്ചത്? ആ മനുഷ്യന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുകയോ? അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്തസിം. അന്നത്തെ ഭരണാധികാരി മുഅ്തസിം ബില്ലക്ക് നീ പുറത്തു കൊടുക്കണേ പടച്ചവനെ എന്ന് ആര് ദുആ ചെയ്യുന്നു? ആ മുഅ്തസിമിന്റെ ആളുകളുടെ അടി കൊണ്ടിട്ട് വേദനയാൽ മുറിവ് കൊണ്ട് പുളയുന്ന അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു തആല അൻഹു അങ്ങനെ ഒരു പ്രാർത്ഥിക്കാൻ കാരണമുണ്ട്. മുഅ്തസിം തങ്ങളായിരുന്നു. മുഅ്തസിം സയ്യിദ് കുടുംബത്തിൽപ്പെട്ട ആളാണ്. മുഅ്തസിം നബി തങ്ങളുടെ പരമ്പരയിൽ വരുന്ന ആളാണ്. അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങൾ പറയുന്നു, അല്ലാഹുവിന്റെ റസൂലിന്റെ കുടുംബത്തിൽ വരുന്ന ഒരു തങ്ങളാണ് മുഅ്തസിം. എന്നെ ആക്രമിച്ചു, ശരി തന്നെയാണ്. എന്നെ ആക്രമിച്ചു എന്നത് ശരി തന്നെയാണ്. പക്ഷേ അള്ളാന്റെ റസൂലിന്റെ പേരക്കിടാവിൽ നബി തങ്ങളുടെ പരമ്പരയിൽ വരുന്ന ഒരു സയ്യിദിനോട് ഞാൻ മോശമായി പെരുമാറിയെന്നോ, അള്ളാന്റെ റസൂലിന്റെ കുടുംബത്തിൽ വരുന്ന ഒരു സയ്യിദിനെ ഞാൻ മോശമായി പറഞ്ഞെന്നോ, എന്റെ നാവ് കൊണ്ട് ഞാൻ ചീത്ത പറഞ്ഞെന്നോ അള്ളാന്റെ റസൂൽ അറിയുമ്പോൾ നബി തങ്ങൾക്ക് എന്നോട് എത്ര വിദ്വേഷമുണ്ടാകും. എന്നാൽ എന്നെ ആക്രമിച്ച മുഅ്തസിമിനെ പുറത്തു കൊടുക്കണേ റബ്ബേ എന്ന് ഞാൻ ദുആ ചെയ്തത് മുത്തുനബി തങ്ങൾ അറിയുമ്പോൾ നാളെ പരലോകത്തെ ഹബീബിന്റെ ശഫാഅത്ത് എനിക്ക് അല്ലാഹു നൽകൂലേ? അത് പ്രതീക്ഷിച്ചുകൊണ്ടാണ് മുഅ്തസിമിനെ പുറത്തു കൊടുക്കണേ എന്ന് ഞാൻ ദുആ ചെയ്യുന്നതെന്ന് 4 മദ്ഹബുകളിൽ പ്രഗൽഭമായ ഹംബലി മദ്ഹബിന്റെ ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു തആല അൻഹു. നമ്മുടെ കാലത്ത് നമുക്കതിന് മാതൃകയില്ലേ? സയ്യിദന്മാരോട്, തങ്ങന്മാരോട്, മഹാന്മാരായ പാണക്കാട് സയ്യിദന്മാരോട് ആജന്മ ശത്രുത വെച്ച് പുലർത്തുന്ന ആളുകൾ അറിയണം, ആഖിബത്ത് മോശമായി പോകും. മരിക്കുന്ന സമയത്ത് അനുഭവങ്ങൾ നിങ്ങളൊന്ന് നോക്കണം. അല്ലാഹുവിന്റെ ഹബീബിന്റെ കുടുംബമാണത്. ഹബീബിന്റെ കുടുംബമല്ലേ അത്? രാഷ്ട്രീയമായ വകതിരിവുകളോ ഏറ്റവ്യത്യാസങ്ങളോ നമ്മുടെ അഭിപ്രായ ഭിന്നതകളോ മാറ്റിവെക്കുക. ഹബീബിന്റെ കുടുംബത്തിലല്ലേ അവർ ജനിച്ചത്? ഹബീബിന്റെ ചോരയല്ലേ ആ കുടുംബത്തിലെ മക്കളിലൂടെ ശരീരത്തിൽ ഒഴുകുന്നത്? ആ സയ്യിദന്മാരോട് ആരെങ്കിലും മോശമായി പെരുമാറിയിട്ടുണ്ടെങ്കിൽ ജീവിച്ചിരിപ്പുള്ളവർ ചെന്ന് പൊരുത്തപ്പെടിച്ചോ?
എത്രയോ അനുഭവങ്ങൾ, എത്രയോ കടുത്ത അനുഭവങ്ങൾ അനുഭവിച്ചറിഞ്ഞിട്ടുള്ളതാണ് കേരളീയ മണ്ണ്. നമ്മൾ അറിയണം, മഹാന്മാരായ സയ്യിദന്മാരോട് പടപുരതിയവർക്ക് ജയിക്കാൻ കഴിയില്ല. പാണക്കാട് സയ്യിദന്മാർ, അവരെ ചീത്ത പറയുന്ന ഒരാൾക്കും മറുപടി പറയില്ല. നിങ്ങൾ അറിയണം, മഹാനായ മർഹൂം മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ കഴിഞ്ഞില്ലേ, മഹാനായ മർഹൂം ഉമർ അലി ശിഹാബ് തങ്ങൾ ഈ മഹത്തുക്കളെ കുറിച്ച് പോലും എന്തെല്ലാം പറയാൻ പാടില്ലാത്തത് നാടുനീളെ പറയുകയും മാഗസിനുകളിൽ ഫോട്ടോ വെച്ചിട്ട് അപമാനപ്പെടുത്തുകയും ചെയ്തപ്പോ പാണക്കാട് കുടുംബത്തിലെ ആരെങ്കിലും ഒരാൾ, ഒരു സയ്യിദ് അതിന് മറുപടി പറഞ്ഞിട്ടുണ്ടോ? തിരിച്ചു മറുപടി പറയാറുണ്ടോ? പറയില്ല മുഅ്മിനേ, പറയില്ല. അതവരുടെ ശൈലിയല്ല, അവരുടെ രീതിയല്ല. പക്ഷേ നമ്മൾ മനസ്സിലാക്കണം, ഹബീബിന്റെ കുടുംബം നിബിതങ്ങൾ ഹജ്ജത്തുൽ വിദാ കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ, ഹജ്ജത്തുൽ വിദാ കഴിഞ്ഞു വരുമ്പോൾ ഗദീർ ഖം എന്ന് പറയുന്നൊരു പ്രദേശമുണ്ട്. അവിടെ ഒരു കുളമുണ്ട്. ആ കുളത്തിന്റെ അരികത്ത് നിന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബികളൊക്കെ വിളിച്ചിട്ട് ചില സാരോപദേശം കൊടുത്തു. ആ സാരോപദേശം ഇങ്ങനെയാണ്: എന്റെ അഹ്ലു ബൈത്താണ് ഫാത്തിമ, എന്റെ അഹ്ലു ബൈത്താണ് ഹസൻ ഹുസൈൻ, എന്റെ അഹ്ലു ബൈത്താണ് അലിയാർ എന്ന് പറഞ്ഞിട്ട് നബി തങ്ങൾ പറഞ്ഞു, തറക്തു ഫീകും അംറൈൻ, രണ്ടു കാര്യം ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചു പോവുകയാണ്. ലൻ തദില്ലൂ മാ തമസ്സക്തും ബിഹിമാ, നിങ്ങളത് മുറുകെ പിടിക്കുന്ന കാലത്തോളം നിങ്ങൾക്ക് പരാജയമുണ്ടാവില്ല എന്ന് പറഞ്ഞ് നബി തങ്ങൾ പറഞ്ഞ ഒന്നിലേറെ ഹദീസുകളുണ്ട്. ചില ഹദീസുകളിൽ അല്ലാഹുവിന്റെ കിതാബും നബിയുടെ സുന്നത്തും, കിതാബ് അല്ലാഹി വ സുന്നതി എന്ന് വന്നിട്ടുണ്ട്. എന്നാൽ ഗദീർ ഖമ്മിന്റെ ഹദീസ് എടുത്തു നോക്കുക, അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന വാക്കെന്താണ്? തറക്തു ഫീകും അംറൈൻ, രണ്ട് കാര്യം ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചു പോവുകയാണ്, നിങ്ങളത് മുറുകെ പിടിക്കണം. ലൻ തദില്ലൂ മാ തമസ്സക്തും ബിഹിമാ, നിങ്ങൾ മുറുകെ പിടിക്കുന്ന കാലത്തോളം നിങ്ങൾക്ക് പരാജയം വരില്ല എന്ന് പറഞ്ഞ് നബി തങ്ങൾ പറഞ്ഞു, കിതാബല്ലാഹി വഇസ്റതി, ഒന്ന് പരിശുദ്ധ ഖുർആൻ, കിതാബുല്ലാഹ്, രണ്ടാമത്തേത് ഇസ്റതി, എന്റെ കുടുംബം, എന്റെ സയ്യിദന്മാർ, എന്റെ ഫാത്തിമയിലൂടെ ജനിക്കാൻ പോകുന്ന മക്കൾ, അവരുടെ പരമ്പരകൾ, സയ്യിദന്മാർ, തങ്ങന്മാർ, നിങ്ങൾ അവരെ ബഹുമാനിക്കണേ, നിങ്ങൾ അവരെ ആദരിക്കണേ, അവരെ അപമാനിക്കരുതേ, അവരെ ചീത്ത പറയരുതേ. അത് നിങ്ങൾ ചെയ്യാത്ത കാലത്തോളം നിങ്ങൾക്ക് വിജയമുണ്ട്. എന്റെ ഉമ്മത്ത് രക്ഷപ്പെടണമെങ്കിൽ അല്ലാഹുവിന്റെ കിതാബും ഈ ഉമ്മത്തിലെ ഹബീബിന്റെ പരമ്പരയെയും പൊന്നുപോലെ കാത്തു സൂക്ഷിക്കണമെന്ന് ഈ ഉമ്മത്തിനോട് യാത്ര പറഞ്ഞു വരുന്ന വരവിൽ ലഅല്ലി ലാ അൽഖാകും ഫീ മഖാമി ഹാദാ ബഅദ ആമി ഹാദാ, സ്വഹാബികളെ, ഇനി ഒരിക്കലൂടെ നിങ്ങളെ ഞാൻ ഇവിടെ വെച്ച് കണ്ടുമുട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഞാൻ പറയട്ടെ, ഇസ്മഊനി, എന്നെ ശരിക്കും കേൾക്കണമെന്ന് സാരോപദേശം കൊടുത്തുകൊണ്ടാണ് നബി തങ്ങൾ പറയുന്നത്. എന്റെ കുടുംബത്തെ നിങ്ങൾ ചീത്ത പറയരുത്, എന്റെ കുടുംബത്തെ നിങ്ങൾ കളിയാക്കരുത്, എന്റെ കുടുംബത്തെ നിങ്ങൾ അപമാനിക്കരുത്. എന്റെ കുടുംബത്തെ നെഞ്ചോട് ചേർത്ത് വെക്കുന്നതും എന്റെ ഉമ്മത്തിൽ ഈമാനിന്റെ അടയാളം എന്റെ അഹ്ലു ബൈത്തിനോടുള്ള സ്നേഹമാണെന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹ്. ഈ ഹദീസ് ആർക്കാണ് അറിയാത്തത്? അദ്ദിബു ഔലാദകും സലാസ ഖിസാൽ, നിങ്ങളുടെ കൊച്ചുമക്കൾക്ക് പോലും നിങ്ങൾ പഠിപ്പിക്കണം 3 കാര്യം. എന്താണ് ആ 3 കാര്യം? ഹുബ്ബി നബിയിക്കും, നിങ്ങളുടെ നബിയെ സ്നേഹിക്കാൻ പറയണം. വഹുബ്ബി അഹ്ലി ബൈതിഹി, ഹബീബിന്റെ അഹ്ലു ബൈത്തിനെ സ്നേഹിക്കാൻ പറയണം. വതിലാവത്തിൽ ഖുർആൻ, ഖുർആൻ ഓതാനും മക്കളെ പഠിപ്പിക്കണം. ഇത് 3ഉം ഒരു ബാപ്പ മക്കൾക്ക് പഠിപ്പിക്കേണ്ടതാണെന്ന് അഷ്റഫുൽ ഖൽഖ് പറഞ്ഞില്ലേ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന്റെ അടിസ്ഥാനത്തിലാണ് സയ്യിദന്മാരെ നമ്മൾ ബഹുമാനിക്കുന്നത്, ആദരിക്കുന്നത്. ആ ബഹുമാനം ഏതെങ്കിലും സംഘടനയുടെ ഭ്രാന്ത് തലയിൽ കയറിയിട്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ ഈ ആജ്ഞയെ നഷ്ടപ്പെടുത്തിയാൽ സ്വന്തം ആഖിബത്താണ് കുഴി തോണ്ടുന്നത് എന്ന് മനസ്സിലാക്കുക. അള്ളാഹു സൽബോധം നൽകട്ടെ, അള്ളാഹു സൽബോധം നൽകട്ടെ. തലക്ക് ഭ്രാന്ത് പിടിച്ചവർക്ക് അള്ളാഹു സൽബോധം നൽകട്ടെ എന്ന് സാന്ദർഭികമായി വിഷമത്തോടെ, വേദനയോടെ ഞാൻ പറയുകയാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ കുടുംബത്തെയാണോ അപമാനിച്ചു കാണിക്കുന്നത്? ആരാണ് നമ്മളൊക്കെ? ആർക്കാണതിന്റെ ധൈര്യം വരുന്നത്? അതിന് മാത്രം വളർന്നവർ ആരാണ് ഈ ഉമ്മത്തിലുള്ളത്? അഷ്റഫുൽ ഖൽഖിന്റെ ചോരയോട് കളിക്കാൻ റസൂലുള്ളാഹി തങ്ങളുടെ കുടുംബത്തെ അപമാനത്തിന്റെ വാക്ക് വിളിക്കുന്ന ആളുകൾ നാവുകൊണ്ട് ഇസ്തിഗ്ഫാർ ചെയ്തോളൂ, നാവുകൊണ്ട് അള്ളാഹുവിനോട് പാപമോചനം ചോദിച്ചോളൂ. ആ കുടുംബം ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്, ചെന്ന് പൊരുത്തപ്പെടുക. അള്ളാഹു നമ്മുടെ ആഖിറം നന്നാക്കി തരട്ടെ. മുഅ്തസിമിന് പുറത്തു കൊടുക്കണേ. അല്ലാഹുമ്മഗ്ഫിർ ലിൽ മുഅ്തസിം, അല്ലാഹുമ്മഗ്ഫിർ ലിൽ മുഅ്തസിം, അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്തസിം എന്ന്
അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ അഖീദയെ അടിയറവ് വെക്കാതെ ആഹ്വാനം ചെയ്ത മഹാനായ അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു തന്നെ ഇബ്ബിദം അടിച്ച് പരത്തിയിട്ട് തന്റെ ശരീരമാസകലം ആഴമുള്ള മുറിവുണ്ടാക്കിയ മനുഷ്യന് പുറത്തു കൊടുക്കണേ എന്ന് പറയുമ്പോ മുഅ്തസിം സയ്യിദല്ലേ, മുഅ്തസിം ഒരു തങ്ങളല്ലേ, എന്റെ ഹബീബിന്റെ കുടുംബത്തിൽ വന്ന ആളല്ലേ, മുഅ്തസിമിന് പുറത്തു കൊടുക്കണേ എന്ന് ഞാൻ പറഞ്ഞാൽ നാളെ ഹബീബിന്റെ ശഫാഅത്ത് അർജൂ അൻ അനാല ശഫാഅത്ത് റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ ശഫാഅത്ത് നാളെ എനിക്ക് അല്ലാഹു നൽകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുവെന്ന് മഹാനായ ഇമാമു അഹ്ലിസുന്ന ഇമാമുൽ മുഹദ്ദിസീൻ മഹാനായ അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു തആല അൻ. അല്ലാഹു ഇസ്തിഖാമത്ത് നമുക്ക് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.